ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ അടുക്കളയിൽ ഡെയിലി ചെയ്യുന്ന ജോലികൾ കുറച്ച് നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനും അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1.25 ടീസ്പൂണോളം സാധാരണ നമ്മൾ പരിപ്പൊക്കെ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പരിപ്പ് ഒന്ന് മൂത്ത് ഇതേപോലെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്ന ടൈമിൽ വേണം ഞാൻ ക്യാബേജ് അരിഞ്ഞതും അതേപോലെ ചെറിയുള്ളിയും അതിലേക്ക് കുറച്ച് കാന്താരി മുളക് കട്ട് ചെയ്തതും കുറച്ച് വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ നമ്മൾ തീ കുറച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ക്യാബേജ് അത്യാവശ്യത്തിനൊന്ന് കുക്കായിട്ട് വരണം. ഓവറായിട്ട് പച്ചക്കറികളൊന്നും വേവിച്ചെടുക്കരുത് കേട്ടോ. എപ്പോഴും ആ ഒരു പച്ചക്കറികൾക്കൊക്കെ ആ ഒരു ക്രഞ്ചിനെസ് വേണം. അതേ രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ പച്ചക്കറികൾ എപ്പോഴും കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് തന്നെ ആവിയിൽ വേവിച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അതായിരിക്കും കൂടുതൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾ വറവിടുന്ന ടൈമിൽ കുറച്ച് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഒന്നില്ലെങ്കിൽ പരിപ്പ് ചേർക്കുക, അല്ലെങ്കിൽ ഉഴുന്ന്. ഇതൊന്നുമില്ലെങ്കിൽ കുറച്ച് അരി, നമ്മൾ ചോറ് വെക്കുന്ന സാധാ അരി എടുത്തിട്ട് ഒന്ന് ചേർക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് വെന്ത് വരുന്ന ഒരു ക്യാബേജ് നന്നായിട്ട് വെന്ത് വരുന്ന ടൈമിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടാ. ഇനി ഇതാ നെക്സ്റ്റ് ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, ചോപ്പിംഗ് ബോർഡ്, അത് ഇതാ വുഡന്റെ ചോപ്പിംഗ് ബോർഡാണെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനും പൂപ്പലും അതേപോലെ അതിലുള്ള ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പൊ അതിനായിട്ട് ഞാനിതാ എൻ്റെ വുഡന്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അത് ഞാനൊന്ന് നന്നായിട്ട് നനച്ചെടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളം ഒഴിച്ച് രണ്ട് ഭാഗവും ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് പൊടിയുപ്പ് വിതറി കൊടുക്കാം കേട്ടോ. അതാ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ പീസ് നാരങ്ങയുടെ പീസും കൂടി എടുക്കുക. നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് തൊണ്ടാണെന്നുണ്ടെങ്കിലും അതായാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നാരങ്ങ ഇതേപോലെ മുറിച്ചിട്ട് ചെറിയ പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു നാരങ്ങ വെച്ചിട്ട് ഈ ഉപ്പിട്ട് കൊടുത്ത് ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ ഈ ഒരു കട്ടിംഗ് ബോർഡ് സ്ക്രബ് ചെയ്ത് കൊടുക്കാട്ടെ. എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് രണ്ട് ഭാഗവും ഇതേപോലെ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആ ഒരു കറുത്ത ഭാഗങ്ങളുള്ള ഏരിയയും അതേപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൽ നിന്ന് നന്നായിട്ട് അഴുക്കൊക്കെ ഇളകി വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഞാൻ രണ്ട് വശവും സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവട്ടെ ഇങ്ങനെ ഇളകി വരുന്നത്. എന്നിട്ട് ഇതാ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതേപോലെ സാധാ പച്ചവെള്ളത്തിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തുടച്ചും കൂടി എടുക്കണം കേട്ടോ. ഈ ഒരു നനവ് ഒരു ടിഷ്യൂ വെച്ച് ഒരു ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി ഇതിൽ പൂപ്പലൊന്നും വരാണ്ടിരിക്കാനും നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു വുഡൻ്റെ ചോപ്പിംഗ് ബോർഡ് കട്ടിംഗ് ബോർഡ് നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇനി കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നന്നായിട്ട് ഞാൻ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ബൗൾ എടുക്കാട്ടെ, സ്റ്റീലിന്റെ ബൗള്. നന്നായിട്ട് നമുക്ക് ചൂടാക്കിയാലും വലിയ പ്രശ്നമില്ലാത്തൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് സാധാ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാട്ടെ, ഒരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ അടുപ്പിൽ കാണിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ചൂടാക്കാട്ടോ. അത്യാവശ്യം വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാകും. അപ്പൊ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു പ്ലക്കർ എന്തെങ്കിലും വെച്ചിട്ട് ഈ പാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. അപ്പൊ ഇതിപ്പോ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഇത് അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ആദ്യം ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അടിയിലും മുകളിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ചൂടുള്ള വെളിച്ചെണ്ണയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ പൊള്ളാണ്ട് സൂക്ഷിക്കുക. എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ ഇതേപോലെ ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഞാൻ ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ആ ചൂടോട് കൂടിയിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിലൊരു പൂപ്പൽ വരാനോ അല്ലെങ്കിൽ ഒരു നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമുക്ക് വുഡൻ്റെ ചോപ്പിംഗ് ബോർഡ് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. നല്ല പുതിയതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു ടിപ്പ് അറിയാത്തവർ ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ പച്ചക്കായ എന്നിട്ട് ഇന്ന് ചോറിന് ഉപ്പേരിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പച്ചക്കായ കട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു വെളിഞ്ഞീൻ പോലത്തെ ഒരു നമ്മൾ ചക്കയൊക്കെ വെട്ടുമ്പോൾ ഒരു പശ പോലത്തെ ഒരു സംഭവം ഈ ഒരു പച്ചക്കായ അരിയുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ വരും. അതേപോലെ ഒരു കറയും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതില്ലാണ്ടിരിക്കാൻ കുറച്ച് വിനാഗിരി, നമ്മുടെ സാധാ വൈറ്റ് വിനാഗിരി ഉണ്ടല്ലോ, അതെടുത്തിട്ട് കയ്യിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പച്ചക്കായ അരിയുന്നുണ്ടെങ്കിൽ കയ്യിലൊരു കറ വരാനോ അല്ലെങ്കിൽ ആ ഒരു പശ പോലത്തെ ആ ഒരു ഇതൊന്നും നമ്മുടെ കയ്യിലാവാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ പച്ചക്കായ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പച്ചക്കായുടെ കളറ് മാറാണ്ടിരിക്കാൻ ആ ഒരു നമ്മൾ എടുത്തേക്കുന്ന വെള്ളത്തിലും കുറച്ച് ഒരു ടീസ്പൂണോളൊക്കെ ഒരു അല്ലെങ്കിൽ 1-2 ഡ്രോപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് പച്ചക്കായ കട്ട് ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കായുടെ കളറ് ഒന്നും മാറാണ്ട് നല്ല ഒട്ടും കളറ് ചേഞ്ച് ആവാണ്ട് തന്നെ നമുക്ക് ആ ഒരു പച്ചക്കായ കിട്ടും. അപ്പൊ കണ്ടില്ല, എൻ്റെ കയ്യിൽ ഒട്ടും ഒരു കറ വരെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു പശ പോലത്തെ സാധനം ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇത് വേണ്ട മുഴുവനായിട്ട് ഞാൻ 2-3 പച്ചക്കായ ഇപ്പൊ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കളറൊന്നും പച്ചക്കായനെ മാറി വന്നിട്ടില്ല. നല്ല ഒരു കളറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് പച്ചക്കായ ഉപ്പേരി ആക്കുന്നതെന്ന് കാണിച്ചിട്ട്, ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് കുക്കറിലൊക്കെ ഇട്ട് പച്ചക്കായ വേവിക്കുന്നത്. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ സ്റ്റീം ചെയ്ത് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്നത് തന്നെയാണ് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് കിട്ടുന്നത്. അതിലുള്ള ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇതേപോലെ സ്റ്റീം ചെയ്ത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ അതേപോലെ തന്നെ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണോട്ടെ. ഈ ഒരു ടൈമിൽ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതേപോലെ കളറൊന്ന് മാറി വരുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെയുള്ള ഉപ്പേരികളിലൊക്കെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ബാക്കി കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു കളറും കിട്ടും. എന്നിട്ട് ഒരു പൊടികൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിന് ശേഷം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പച്ചക്കായ വെള്ളത്തിൽ നിന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് അടച്ചു മൂടിയിട്ടിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു കാരണവശാൽ ഈ പച്ചക്കായ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുക്കറിൽ വേവിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ സ്റ്റീമിൽ തന്നെ ആവിയിൽ കിടന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒരു പകുതി ഭാഗത്തോളം പച്ചക്കായ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈമിൽ പകുതി വേവാവുന്ന ടൈമിൽ ഞാൻ ഒടിച്ച് വെച്ചിട്ടുള്ള അച്ചിങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചിങ്ങയും പച്ചക്കായും കൂടെയാണ് ഇന്ന് ഞാൻ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അച്ചിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് നേരവും കൂടെ നമ്മൾ ഇത് ഒന്ന് അടച്ച് മൂടിയിട്ട് ആ ഒരു ആവിയിൽ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലൊന്നും വേവിക്കാണ്ട് നല്ല അടുപ്പിൽ തന്നെ ചെറിയ തീയിൽ കിടന്നിട്ട് ഒട്ടും അടിക്കൊന്നും പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചിങ്ങയും കായും കൂടെ ഉള്ളൊരു മെഴുക്കുവരട്ടി നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം കേട്ടോ. ഇതൊട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ആകെ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പം അതിനേൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിതറിയിട്ടുള്ള അച്ചിങ്ങയും പച്ചക്കായ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി അടുത്തതായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം പച്ചരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സാധാ റേഷൻ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു പച്ചരി ഇല്ലേ, അതാണ് ഇട്ട. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ പച്ചരി എടുക്കുന്ന അതേ ക്വാണ്ടിറ്റി തന്നെ ചെറുപയറും ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ ഇതൊന്ന് കുതിർത്തി എടുക്കുക കേട്ടോ, സോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു പച്ചരിയും ചെറുപയറും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ചുള്ളതിൻ്റെ പേരിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സോക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം തന്നെ മതിയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതേ കാണുന്ന പോലെ നല്ല ഫൈനായിട്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ, ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു തരികളൊക്കെ ഇതിൽ നിന്ന് മാറി കിട്ടാനാണ് കേട്ടോ, പച്ചരിയുടെയും ചെറുപയറിന്റെ ഒക്കെ കുറച്ച് തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതില്. അപ്പൊ അത് ഒന്ന് മാറിയിട്ട് നമുക്ക് അതിന്റെ ഒരു ആ ഒരു തരിയൊന്നും ഇല്ലാണ്ട് നല്ല നൈസായിട്ടുള്ള ഒരു ഇത് മിക്സ് കിട്ടാനാണ് നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കുന്നത്. അപ്പൊ ഇതാ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അതിലുള്ള ആ ഒരു മിക്സും നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും മിക്സ് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പച്ചരിയുടെയും ചെറുപയറിൻ്റെയും ആ ഒരു അരിച്ച മിക്സ് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ പച്ചരിപ്പൊടിയൊക്കെ ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് ഇത് കട്ട കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, കുറുകി വെള്ളമൊക്കെ വറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടയായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കുറുക്കിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ട് നമ്മുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് വരണോട്ടത്, ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിനി ഇതിപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കട്ടയിട്ടിരിക്കുകയല്ലേ, അതൊക്കെ ഒന്ന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സ് മൊത്തത്തിൽ ഞാനിത് ആ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് മറ്റേ കറ്റാർ വാഴയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ജെല്ലെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മിക്സ് ആയിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു അലോവേര ജെല്ല് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ക്രീമാണ് കേട്ടോ, നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രീമാണിത്. ഇത് നമ്മുടെ കയ്യിലോ കാലിലോ മുഖത്തോ എവിടെയാണ് നമുക്ക് ബ്രൈറ്റൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് നന്നായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഞാനിപ്പോൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓവർ നേരമൊന്നും ഞാനിത് വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇതേപോലെ നിങ്ങൾ തേച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാട്ടോ, എന്നാലാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണം കേട്ടോ. നമുക്ക് വേറെ കേടൊന്നുമില്ലല്ല, നല്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന പോലത്തെ ക്രീമൊന്നുമില്ല, നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ് കേട്ടോ. അങ്ങനെ ഞാനിത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയിട്ടുണ്ടായിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഞാൻ ഇത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സാധാ പച്ച വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്കിത് 2 കൈ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഇതേപോലുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.